ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി രാഹുലിന് ജാമ്യം അനുവദിച്ചത്. ഈ മാസം 16 മുതൽ തുടർച്ചയായി 3 ദിവസം രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. രാഹുലിനെതിരെ ഗൗരവതരമായ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്. നിർബന്ധിച്ചുള്ള ലൈംഗിക ബന്ധം സംബന്ധിച്ച പരാതിക്കാരിയുടെ മൊഴി ഗൗരവതരമാണെന്ന് കോടതി പറഞ്ഞു. രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയതിനാലാണ് ഗർഭചിത്രം നടത്തിയതെന്ന ആരോപണവും കോടതി ഗൗരവമായി എടുത്തു. ഇത് സംബന്ധിച്ച് വാട്സാപ്പ് ചാറ്റുകളും കോടതി പരിശോധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് കേസ് വിധി പറയാൻ മാറ്റിയത്. മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോടതിയുടെ അനുമതിയോടെ അതിജീവിതയും കക്ഷി ചേർന്നിരുന്നു. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷനും അതിജീവിതയും ശക്തമായി എതിർത്തു. ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം തുടങ്ങി ഗുരുതര കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 3ാം ബലാത്സംഗ കേസിൽ ജയിലിലായിരുന്ന രാഹുലിന് ജാമ്യം ലഭിച്ചെങ്കിലും ആദ്യ കേസിലെ ഹൈക്കോടതി ഉത്തരവ് നിർണായകമാകും. കൈരളി ന്യൂസ്, കൊച്ചി.